ഇപ്പോൾ ഞാൻ ഒരു പ്രത്യേക ഒരു കാര്യം എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവെക്കാനാണ്. നമുക്കൊക്കെ വേണ്ടപ്പെട്ട, എനിക്കും ഡോക്ടർക്കൊക്കെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ഒരു മാരക രോഗം പിടിപെട്ട്, വയറു സംബന്ധമായ രോഗം പിടിപെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് ഡോക്ടർമാർ പലതും പറയുന്നുണ്ട്. നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം, എന്തായിരിക്കും ഇന്ന് ഈയിടെ അടുത്ത കാലത്ത് ഇങ്ങനെ കുറേ രോഗങ്ങൾ കൂടി വരുന്നുണ്ട്. ഈ വയറിനാണ് പ്രശ്നം, കുടലിനാണ് പ്രശ്നം, അത് മുറിച്ചു മാറണം എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം ഇപ്പം എന്താണ്? ഭക്ഷണം ആണോ, എങ്ങനെയാണ്? ഭക്ഷണം തന്നെയാണ് പ്രധാന കാരണം. ജെനറ്റിക്സ് മാറ്റി നിർത്തിയാൽ, പാരമ്പര്യം എന്നുള്ള സാധ്യത മാറ്റി നിർത്തിയാൽ ഭക്ഷണം തന്നെയാണ്. ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ നമ്മളിപ്പോൾ എത്ര ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുന്നുണ്ട്, ഫാസ്റ്റ് ഫുഡ് എത്ര കൂടി. പുറത്തു പോലും പോകാത്ത ഒരുപാട് സാധാരണക്കാർക്ക് പോലും പിടിപെടുന്നു. പോലും ഫാസ്റ്റ് ഫുഡ് ഒന്നും വേണ്ടത്ര കഴിക്കുന്നില്ല എന്ന് മാത്രമല്ല, കൃഷി ചെയ്ത് ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണ് സ്വന്തം സാധനം. ഈ പറഞ്ഞ കേസുകളൊക്കെ, ഈ പറഞ്ഞ കേസ് അതാണ് നിങ്ങൾക്ക് അറിയുന്ന കേസാണ്. കൃഷി ചെയ്തിട്ട് അവിടെ നിന്നാണ് ഇതൊക്കെ കഴിക്കുന്നത്. അപ്പൊ എന്താണ് ഇപ്പൊ ഇത് കാരണം? വീട്ടില് നമ്മളിപ്പോ എക്സ്പയറി ഡേറ്റിന്റെ കാര്യം പറയാം. നിങ്ങളിപ്പോ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഇന്ന് പണ്ടത്തെ പോലെയല്ല, എല്ലാവരും എക്സ്പയറി ഡേറ്റ് നോക്കുന്നുണ്ട്. എല്ലാവരും നോക്കുന്നുണ്ട്. നമ്മൾ വാങ്ങുന്ന ഫുഡിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കുന്നുണ്ട്. ഫ്രിഡ്ജിലിരിക്കുന്നതിന്റെ എക്സ്പയറി ഡേറ്റ് എത്ര പേര് നോക്കുന്നുണ്ട്? ഫ്രിഡ്ജിലിരിക്കുന്ന സാധനത്തിന്റെ നമ്മളിപ്പോ എക്സ്പയറി നമ്മൾ പാചകം ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതിന്റെ എക്സ്പയറി ഡേറ്റ്, പാചകം ചെയ്തതും ചെയ്യാത്തതും. അതായത് നമ്മളിപ്പോ പുറത്തുനിന്ന് വാങ്ങി 14-ാം തീയതി എക്സ്പയറി തീരും. ഇത് ഫ്രിഡ്ജിൽ എത്ര ദിവസം ഇരിക്കുന്നുണ്ട്? ഇപ്പോ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നതിന് കുറെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ആരും നോക്കാറില്ല. ഫ്രിഡ്ജ് എങ്ങനെ വെക്കണം, എവിടൊക്കെ ഓരോന്ന് എങ്ങനെ വെക്കണം, ഏതെല്ലാം വെക്കാൻ പാടില്ല. ഇനി ഒരൊറ്റ കാര്യം പറഞ്ഞുതരാം. ഇഞ്ചി, വെളുത്തുള്ളി, സവോള ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല. എങ്ങനെ? പീല് ചെയ്തതിന് ശേഷം നമ്മൾ എപ്പോഴും വെക്കും. ഇപ്പോൾ വെളുത്തുള്ളി വീട്ടമ്മമാരെന്താ ചെയ്യുക? സാധാരണ ഒരു പണിക്ക് പോകുന്ന ഒരാളാണ്, പ്രത്യേകിച്ച് ഒരാഴ്ചക്ക് 2 ആഴ്ചക്ക് ഉള്ളത് വെളുത്തുള്ളി പീൽ ചെയ്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് കുട്ടപ്പനാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ഇതിൽ ഒരു മോൾഡ് പിടിക്കാൻ സാധ്യതയുണ്ട്, ഒരു ബാക്ടീരിയന്റെ മോൾഡ്. ഇത് വളരെ ടോക്സിക് ആണ്. ഇത് വയറിന് വലിയ പ്രശ്നം ഉണ്ടാക്കും. വലിയ ഉള്ളി മുറിച്ചിട്ട് വെക്കാറില്ലേ പണ്ട്? അത് ബാക്ടീരിയനെ ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളെന്താ ചെയ്യുക? ഇപ്പൊ നമ്മളെ വീട്ടിൽ വലിയൊരു ഉള്ളി ഉണ്ട്, അത് കട്ട് ചെയ്യും, ആവശ്യത്തിന് എടുക്കും, ബാക്കി ഇവിടെ വെക്കും, ഫ്രിഡ്ജിൽ വെക്കും. അപ്പൊ എനിക്കൊരു കാര്യം ഐഡിയ കിട്ടി. ഫ്രിഡ്ജിൽ ഇനി വലിയ ഉള്ളി മുറിച്ച് വെക്കണം. വെക്കണം. അതിനുള്ളിലുള്ള ബാക്ടീരിയനൊക്കെ നമുക്ക് റിമൂവ് ചെയ്തൂടെ? കഴിക്കരുത്, വലിച്ചെറിയണം. അല്ല, അത് നല്ലൊരു ഐഡിയ ആണ് ഇപ്പൊ കിട്ടിയത്. അപ്പൊ സത്യമായിട്ടും ആണല്ലോ നമ്മളെ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കുന്നത്. വെളുത്തുള്ളി അല്ല, വലിയ ഉള്ളി. സവാള മുറിച്ചിട്ട് അകത്ത് വെച്ചാല് ആ ഉള്ളി അവിടെ കിടക്കണ ബാക്ടീരിയനെ ആകർഷിച്ച് അതിലുണ്ട് ആഗിരണം ചെയ്യും. അതെടുത്തിട്ട് വലിച്ചെറിയ. വേസ്റ്റ് വെള്ളം. മെയിൻ പ്രശ്നം വോൾട്ടേജ് ആണ്. അതിപ്പോ സോളാർ ഇപ്പൊ നിങ്ങളെ വീട്ടിൽ പ്രശ്നം ഉണ്ടാവില്ല, സോളാറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ചില വീടുകളിലൊന്നും നമ്മളെ സാധാരണ വീടുകളിലൊന്നും എന്താ പറയുക, വോൾട്ടേജിന്റെ പ്രശ്നം കൊണ്ട് എന്ത് ചെയ്യണില്ല, ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നില്ല. കറണ്ട് പ്രശ്നം കൊണ്ട് എന്താണ്, ഇത് നമ്മുടെ ഇൻവേർട്ടർ ഫ്രിഡ്ജിന് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോഴൊക്കെ ഫ്രിഡ്ജ് ഓഫ് ആവാണ്. അല്ലെങ്കിലും ടെമ്പറേച്ചർ ഇല്ലെന്ന്. ഈ ഫ്രിഡ്ജ് കേടായാൽ തന്നെ ആരും നന്നാക്കലുണ്ട. യാത്ര ചെയ്ത ആളല്ലേ കുറെ പുറത്ത് യൂറോപ്യൻ സൈഡിലൊക്കെ എങ്ങനെയാണ് ഒരു ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ? ഒരു ഫ്രിഡ്ജിൽ നമ്മുടെ ഭക്ഷണം വെറും പാചകം ചെയ്ത് അതിന്റെ അകത്ത് കൊണ്ടു വെക്കും. എന്നിട്ട് അതിലുണ്ടാവും ഒരു തെർമോമീറ്റർ. ആ തെർമോമീറ്റർ കൃത്യമായി ഉണ്ടാവും 0 to 5 അല്ലെങ്കിൽ എത്രയാണോ ആ ഭക്ഷണത്തിന്റെ കണക്ക്. ആ ടെമ്പറേച്ചർ മീറ്റർ ഡിസ്പ്ലേയിൽ കിടക്കും. എന്നിട്ട് അവിടുന്ന് ഇൻസ്പെക്ടർ വരും, ഹെൽത്ത് ആൾക്കാർ വരും. ഓരോരുത്തർ തെർമോമീറ്റർ ഉണ്ടാവും. ഓരോ ആ ഫ്രിഡ്ജിലേക്ക് ഇങ്ങനെ വെച്ച് നോക്കും. കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ്, അല്ലെങ്കിൽ ഫൈൻ അടച്ചുകൊണ്ട് ആ ഫ്രിഡ്ജ് എല്ലാം കൂടി ഏറ്റിട്ട് കച്ചറി കൊണ്ടുവിടാനാണ് പറയും. ഇങ്ങനെ വളരെ കർശനമാണ് നമ്മുടെ ഹോട്ടലിൽ. അങ്ങനെ അവർക്ക് കുടല് പോലുള്ള രോഗങ്ങൾ കുറവാണ്. അതായത് അത് ഒരു ഒറ്റ കാരണമല്ല പറയുന്നത്, ഇത് കാരണങ്ങളിൽ പ്രധാനമായ ഒന്നാണ്. ഇതിപ്പോ നമ്മൾ ഫ്രിഡ്ജ് ഉപയോഗിക്കാനുള്ള കുറച്ച് ജനറൽ റൂൾസ് ഉണ്ട്. അതിലൊന്ന് അതിന്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ്. ഇനി ഉള്ളതാണ് ഫസ്റ്റ് റൂള് ഞാൻ പറയാൻ വന്നത്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. മനസ്സിലായി? എന്ന് വെച്ചാൽ ആദ്യം വെക്കുന്നത് ആദ്യം ഔട്ട് ആവണം. അപ്പൊ അതിപ്പോ നമ്മള് 4 ആപ്പിൾ വെക്കുകയാണ്, പിന്നെ അതിൽ നിന്ന് 2 എടുത്ത് പിന്നെ ഒരു 6 ആപ്പിൾ വെക്കുമ്പോ ആദ്യത്തെ 2 ആപ്പിൾ മൂലക്ക് ഓർഡർ വെക്കുക. ഒന്നാമത്തത് ഫസ്റ്റത്തെ 2, 3, 4 തന്നെ. ഫസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ റൂൾ എന്താണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ സാധനം ഫ്രിഡ്ജിൽ കയറണം. രണ്ടാമത്തെ റൂള്. ഒന്നാമത്തെ റൂള് വേവിച്ചതിന് ശേഷം 2 മണി. ഹോട്ടലിലൊക്കെ ബോർഡ് ഉണ്ട് ഇപ്പൊ, പാർസൽ കൊണ്ടുപോകുന്നവർക്ക് പ്രത്യേക 2 മണിക്കൂറിനുള്ളിൽ കഴിച്ചു തീരണം, ഇല്ലെങ്കിൽ ഇത് ഫുഡ് പോയിസൺ വന്നാൽ 2 മണിക്കൂറിനുള്ളിൽ കയറണം. ഈ ഹോട്ടലത്തോടെ നിൽക്കട്ടെ, നമ്മളെ കല്യാണ വീട്ടില് അല്ലെങ്കിൽ സൽക്കാര വീട്ടില് തലേന്ന് രാത്രി തുടങ്ങും പരിപാടി ഉണ്ടാക്കല്. അതായത് ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് എപ്പോഴാണ് ഫ്രിഡ്ജ് കയറല്? ഇപ്പൊ ഇന്നലത്തത് ഇന്ന് രാത്രി കയറില്ല. അത്രേ ഉള്ളൂ. 24 മണിക്കൂർ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു 12 മണിക്കൂർ കഴിഞ്ഞിട്ട്. ഇന്നാണ് കയറുക. ഇന്ന് രാത്രി കയറിയിട്ട് അതാണ് നാളെ മറ്റന്നാൾ ഉപയോഗിക്കുക. അപ്പൊ കയറിയപ്പോ തന്നെ അത് കേടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിലെന്താണ് കുറെ മസാല ഇടുന്നോണ്ട്
ഇത് കേടൊന്നും അറിയണില്ല. നമ്മളുടെ ഒരു മെയിൻ പ്രശ്നം അതാണ്. പുറത്തുള്ള യൂറോപ്യനുമായിട്ടും മറ്റുമൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ മസാലകൾക്ക് ഇത് കേട് വന്നത് അറിയാനുള്ള, ഇപ്പൊ നമ്മൾ ചില ഹോട്ടലിൽ പോയാൽ തന്നെ അറിയാം, ഫിഷൊക്കെ കഴിക്കുമ്പോൾ നല്ല മസാല ഇട്ടുണ്ടാവും, അപ്പൊ തന്നെ നമ്മൾക്ക് കത്തും ഇത് പഴകിയതാണ്. അറിയാണ്ടിരിക്കാൻ കുറച്ചുകൂടി സ്പൈസസ് ഒക്കെ കൂടിയാൽ അറിയില്ല സംഭവം. അല്ല ഇത് എന്താ പറയാ, ഇതിപ്പോ നമ്മള് അടച്ച് ആക്ഷേപിക്കല്ല, അത് റിയാലിറ്റിയാണ്. ഇതിൽ കുറച്ച് മാറാൻ എനിക്ക് പറ്റിയാല് നിങ്ങൾക്ക് പറ്റിയാൽ നമുക്ക് നല്ലത്, ഇത്രേ ഉള്ളൂ. അപ്പോ ഈ ഫസ്റ്റ് ഇന്ന് ഫസ്റ്റ് ഔട്ട്, രണ്ടാമത്തത് 2 മണിക്കൂറിനുള്ളിൽ കയറുക. അത് ചൂടോടുകൂടി വെച്ചാലും കുഴപ്പമില്ല. ആളുകളുടെ ഒരു തെറ്റായ ധാരണ ചൂടാറിയിട്ട് ഫ്രിഡ്ജിക്ക് വെക്കാൻ പാടുള്ളൂ. കുക്ക് ചെയ്തിട്ടുള്ള ഒരു സാധനം അത് ചൂടാറേണ്ട കാര്യമില്ല. മോഡേൺ റെഫ്രിജറേറ്ററിൽ, ഇപ്പൊ പുതിയ കാലഘട്ടത്തിലെ റെഫ്രിജറേറ്ററിൽ അതിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ചൂടുള്ള ഭക്ഷണം ഫ്രിഡ്ജിൽ വെക്കാം, അത് വളരെ പെട്ടെന്ന് തന്നെ നോർമൽ ടെമ്പറേച്ചറിലേക്ക് അത് വരും, ഫ്രിഡ്ജ് അത് മാനേജ് ചെയ്തോളൂ. പറഞ്ഞ റൂളാണ്. അതായത് നമ്മൾ വെക്കുന്നത് കറക്റ്റ് കൺസീൽ ചെയ്തിട്ട് ലീക്ക് ആവാത്ത ക്ലീൻ ആയിട്ടുള്ള ഒരു ഇതിൽ വെക്കണം. പിന്നെ ഫ്രിഡ്ജ് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണം, വാഷ് ചെയ്യണം, ക്ലീൻ ചെയ്യണം, എല്ലാം പുറത്തെടുത്തിട്ട് ക്ലീൻ ചെയ്യണം. അപ്പൊ നമ്മളെ പ്രധാന കർമ്മത്തിലേക്ക് കടക്കാം. എനിക്ക് പണി തരും. അപ്പൊ ഇവിടെ ഫ്രിഡ്ജ് തുറക്കണം. ഫ്രിഡ്ജ് തുറന്നിട്ട് ഒരു വലിച്ചിടലുണ്ട്. അപ്പൊ ആകാംക്ഷയുടെ ഇപ്പൊ പ്രേക്ഷകർ കാത്തിരിക്കും, ഹംസന്റെ ഫ്രിഡ്ജിൽ ഇപ്പൊ എന്തുണ്ടാവും, ഫ്രിഡ്ജ് തുറക്കാൻ പോകണം. അതാണ് ഇത് സത്യത്തിൽ. ഇവിടെ വേറെ ഒരു ഇതില്ല. ആദ്യം ഏതാ താഴത്ത് തുറക്കുക, അതൊരു മഹലക്കുള്ള മൊത്തം സാധനം ഉണ്ടല്ലോ. തൈര് പ്രശ്നമില്ല കേട്ടാ. പിന്നെ കേടായാലല്ലേ കേടാവുള്ളൂ, കേടായാലല്ലേ കേട് തൈര്. അല്ല ഇത് ഡെയിലി പിന്നെ ഇവളിങ്ങനെ ഉണ്ടാക്കിയിട്ട് വെക്കണം. വാങ്ങുന്ന സമയത്ത് പച്ച നിറത്തിലുള്ള മുളക് ഫ്രിഡ്ജിൽ വെക്കുമ്പോ ഏതാണ് അല്ല ഇത് കേട് അങ്ങനെയൊക്കെ വെച്ചൂടെ? അതൊക്കെ കേടായി. ഇത് ഉണങ്ങിയതാണ്, ഇതൊക്കെ അതാണ്. അത് അങ്ങനത്തെ അല്ല, നമ്മളെ ഫുഡ് ഐറ്റംസിലാണ് എന്റെ ഇത് കണ്ടാണ് നിങ്ങൾ. ഇതിന്റെ എന്താണ് സാധനം? ചോറ് എങ്ങനെ ഉണ്ടാവും? പല വീടുകളിലും ഉണ്ടാവും ഇങ്ങനെ ചോറ്. ഇത് പ്രശ്നമാണ്. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് 1-2 ദിവസം വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു മോൾഡ് പിടിക്കും. ഇതെന്താണ്? അത് വയറിൽ ബാക്ടീരിയ ഉണ്ടാക്കും. ഇത് നമ്മളെ പണി വാളൂലേ? ഇതൊക്കെ എപ്പോഴതില് വെച്ചൊന്നും ഒരു ഐഡിയ. ഡിസംബർ 2022 ഇതില് ഡേറ്റ് ഇല്ലല്ല, ഇതില് മാനുഫാക്ചർ ഡേറ്റ് ഇല്ല, എക്സ്പയറി ഡേറ്റും ഇല്ല. ഒട്ടിച്ചിട്ടില്ല. റൈഡില് വീണ്ടും പാത്രം വരണേ. പടച്ചോനെ, കോഴിക്കുള്ളാവും തന്നെ. അങ്ങനെ പറയാനിപ്പോ നിങ്ങൾ തടി ഇതിലൊക്കെ ഡേറ്റ് ഉണ്ട് കേട്ടോ. ഡേറ്റ് ഉണ്ട്. അതിന്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും. ഇല്ലല്ല, ഇത് ഡേറ്റ് 28 വരെ ഉണ്ട്. ഈ 28 വരെ. ഇത് ഒലീവാണ്. ഒലീവ് കുഴപ്പമുണ്ടാക്കൂല. 28 വരെ ഉണ്ട്. ഇതിന്റെ ഡേറ്റ് അവള് മറന്നതാണ്. കഴിഞ്ഞ കൊല്ലത്തെ ചാലാണ്. എണീറ്റിക്കോ, ആ മീനൊന്ന് ആദരിച്ചാൽ അത്രയും പ്രായമുണ്ട്. 65 വയസ്സ്. അത് സത്യത്തിൽ മാറുന്നതാണ്, ഉറപ്പായിരുന്നു. ഇത് മാറുന്നതാണ്. ഇങ്ങനെ ഓരോരുത്തരും ആകെ പോകും, സകല മാനം പോകും. ഉറപ്പല്ലേ? ഇതാണ് നമ്മളെയൊക്കെ അവസ്ഥ. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്റെ വീടിന്റെ കാര്യം ഇപ്പൊ ഈ പറയണത് ഞാൻ ഇത് കൂടി തുറക്കണില്ല. ഫ്രീസർ അല്ലാഹു അക്ബർ നോക്കണികള്. ഓരോ വീടിന്റെ അവസ്ഥയാണ് ഇപ്പത്. പാല് അതൊക്കെ ഡെയിലി എടുക്കുന്നതാണ്. സംഭാരല്ല, പാല് തന്നെയാണ്. മൈനസിലാണ്. പാല് വെക്കുമ്പോഴല്ലേ അല്ല, ഇവിടെ ഈ ഭാഗം പിന്നെയും ഓക്കെയാണ് ഏറെക്കുറെ. ഞാൻ എന്റെ ഫ്രിഡ്ജ് ഒരിക്കലും ഓഫ് ആക്കാറില്ല. ഇതൊരു 0 ഡിഗ്രിക്ക് കറണ്ട് പോകാറുണ്ടോ? ഇല്ല, കറണ്ട് പോകില്ല. ഇവിടെ കറണ്ട് പോകില്ല. ഇവിടെ സോളാറും ഉണ്ട്, വലിയ ലിഥിയം ബാറ്ററി ഇൻവെർട്ടർ ഉണ്ട്, പിന്നെ ബാറ്ററി ഉണ്ട്, ഓൺ ഗ്രിഡും ഉണ്ട്, ഓഫ് ഗ്രിഡും ഉണ്ട്. ഇത് 24 മണിക്കൂർ. ഇത് ഇവിടെ എനിക്ക് പ്രശ്നമില്ല. എന്റെ ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് ഇതിലാണ്. കറണ്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വെരി ഡേഞ്ചർ. ഇവിടെ ടെമ്പറേച്ചർ എത്രയാന്നൊക്കെ പരിശോധിച്ചാൽ അറിയാം. ഇവിടെ 10 ഡിഗ്രി പോയിട്ട് ഒരു 15-ലൊക്കെ അപ്പൊ ഇത് കിടക്കണത്. അത് നമുക്ക് അടുത്ത ചെക്കിംഗ് ഉണ്ട്. എങ്ങനെ സർവീസ് ചെയ്യാന്നും എങ്ങനെ ഇത് ക്ലീൻ ചെയ്യാ, ടെമ്പറേച്ചർ നോക്കുന്ന ഒരു പരിപാടി ഉണ്ട്. നമ്മുടെ വീടുകളിലെ ഫ്രിഡ്ജ് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയൊന്നും ഭക്ഷണം വെക്കരുത്. ഞാൻ ചെയ്ത പോലെ ഒന്നും ചെയ്യണ്ട. രണ്ടാമത് എങ്ങനെ സർവീസ് ചെയ്യാന്നുള്ളതും. ഒരുപാട് രോഗങ്ങൾ അധികമാണ്. അതിന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റിയാൽ അതാണ് എന്റെ പ്രിയ സുഹൃത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. അടുത്തൊരു പ്രോഗ്രാമുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടാം. ഡോക്ടർ ജസീലും ഹംസ അഞ്ചുമുക്കിലും, രണ്ടത്താണിന്ന് കൽപ്പകഞ്ചേരിന്ന്.